നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. യുദ്ധത്തിന് സ്ഥിരം വെടിനിർത്തൽ തീരുമാനിക്കാൻ അമേരിക്ക ഇറാൻ ഉന്നതതല ചർച്ച പാകിസ്ഥാനിൽ തുടങ്ങി. ഇറാൻ സംഘവും അമേരിക്കൻ സംഘവും ഇസ്ലാമാബാദിലാണ് ചർച്ച നടത്തുന്നത്. പശ്ചിമ ബംഗാളിൽ TMC നേതാവായ പാർത്ഥ ചാറ്റർജിയുടെ വീട്ടിൽ ED മിന്നൽ പരിശോധന നടത്തി. അധ്യാപക നിയമന അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ്. മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ജയിക്കുമെന്ന് ഉറപ്പില്ലെന്ന് CPM തന്നെ വിലയിരുത്തുന്നു. തിരൂരിൽ ശക്തമായ മത്സരമാണ് നടന്നതെങ്കിലും വിജയം തീർത്തു പറയാൻ പറ്റില്ലെന്ന് CPM കരുതുന്നു. എന്നാൽ തവന്നൂരും പൊന്നാനിയും ജയിക്കുമെന്ന് CPM ഉറപ്പിക്കുന്നു. 40 പേരടങ്ങിയ കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്കിടെ ചിക്കമഗളൂരിൽ വച്ച് ജീവൻ നഷ്ടമായ ശ്രീനന്ദയുടെ സംസ്കാരം നടന്നു. പാലക്കാട് കടമ്പഴിപ്പുറത്തുള്ള വീട്ടിൽ നടന്ന ആദരാഞ്ജലി അർപ്പണത്തിനും ചടങ്ങുകൾക്കും ശേഷം തിരുവല്ലോമല ഐവർ മഠം ശ്മശാനത്തിൽ വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു. ബിഷപ്പുമാർക്ക് നേരെ രൂക്ഷമായ വിമർശനം നടത്തിയ PC ജോർജ് പാലാ ബിഷപ്പിനെ കണ്ട് ചർച്ച നടത്തി. ഇതേസമയം പത്രമുത്തശ്ശി ദീപികയെയും മെത്രാന്മാരെയും PC ജോർജ് അപഹസിച്ചത് ശരിയായില്ല എന്ന് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി ആരെന്ന പരാമർശം നേതാക്കൾ വെറുതെ അവിടെയും ഇവിടെയും പറയരുതെന്ന് കോൺഗ്രസിൽ പൊതു അഭിപ്രായം. പിന്തുണ തന്ന ജനങ്ങളെ അപഹസിക്കരുതെന്ന് K. മുരളീധരൻ പറഞ്ഞു. പയ്യന്നൂരിൽ CPM വിട്ട കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരെ ആക്രമിക്കുന്നത് തുടരുന്നു എന്ന റിപ്പോർട്ട്. കാറ് കത്തിക്കലിന് പിന്നാലെ ഷെഡ് കത്തിക്കൽ, വീടിന് കല്ലെറിയൽ, പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ, ഇതൊക്കെ തുടരുന്നു എന്നാണ് പയ്യന്നൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉണ്ടെന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിക്കുന്നു. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് ഉപാധികളോടെ കോടതി ജാമ്യം നൽകിയത്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം, ഭർത്താവിനെതിരെ പോക്സോ കേസെടുക്കാൻ ST ദേശീയ കമ്മീഷൻ ഉത്തരവ് നൽകിയത് കേരള സംസ്ഥാന നേതാക്കൾക്ക് തലവേദനയാകും. CPM സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ, മന്ത്രി ശിവൻകുട്ടി, AA റഹീം തുടങ്ങിയവരാണ് ഇവിടെ വിവാഹത്തിന് മുൻകൈയെടുത്തത്. മൊണാലിസ വ്യാജ ജനന സർട്ടിഫിക്കറ്റാണ് നൽകിയതെന്ന് ST ദേശീയ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഹൈദരാബാദിൽ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിലുള്ള പ്രതികാരമായി യുവാവ് HIV ബാധിത രക്തം കുത്തിവച്ച് രമണി എന്ന യുവതി ആത്മഹത്യ ചെയ്തതിൽ ബന്ധുവായ മനോഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് മണ്ണന്തല MC റോഡിലേക്കുള്ള ഇടറോഡിൽ കരിക്ക് വെട്ടിയ തൊണ്ടും വേസ്റ്റുകളും ഇട്ട് ഗതാഗത യോഗ്യമല്ലാതാക്കിയതായി റിപ്പോർട്ട്. ജനവാസ കേന്ദ്രം മാത്രമല്ല, 2 പ്രധാന അമ്പലങ്ങളിലേക്ക് എളുപ്പം എത്താവുന്ന വഴിയും കൂടിയാണ് ഇങ്ങനെ മാലിന്യവും ഒപ്പം കാട് കയറി യോഗ്യമല്ലാതായിരിക്കുന്നത്. എത്രയും വേഗം നടവഴിക്ക് ശാപമോക്ഷം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കൂടുതൽ അറിയേണ്ട വാർത്തകളുമായി അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.